ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തെ 8 ബില്യൺ ആൾക്കാരിൽ ഏകദേശം 800 മില്യൺ ആൾക്കാരും വ്യാജമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. വെൽക്കം ബാക്ക് ടു ഡ്രീം വ്ലോഗ്. 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം. പക്ഷേ ഇന്നും ലോകത്ത് പലർക്കും ഒരു സംശയമുണ്ട്. മൂൺ ലാൻഡിംഗ് ശരിക്കും നടന്നതാണോ, അല്ലെങ്കിൽ അത് കെട്ടിച്ചമച്ചൊരു കഥയാണോ? ഈ സംശയം ലോകമെമ്പാടും വലിയ രീതിയിൽ പ്രചരിപ്പിച്ചത് ബിൽ കേസിംഗ് എന്ന അമേരിക്കക്കാരനാണ്. അദ്ദേഹം 1976 ഒരു പുസ്തകവും എഴുതിയിരുന്നു. വി നെവർ വെന്റ് ടു ദ മൂൺ, അമേരിക്കാസ് $30 ബില്യൺ സ്വിൻഡൽ. ഈ തിയറി വിശ്വസിക്കുന്നവർ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മൂണിലെ ചിത്രങ്ങളിൽ നക്ഷത്രങ്ങൾ കാണാത്തത്, ഫ്ളാഗ് കാറ്റിൽ പറക്കുന്നതുപോലെ തോന്നിയത്, ഷാഡോസ് വ്യത്യസ്ത ദിശയിൽ കാണപ്പെട്ടത്. പക്ഷേ ശാസ്ത്രജ്ഞർ ഇതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻസ് നൽകിയിട്ടുണ്ട്. മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല, അതിനാൽ കാറ്റുമില്ല. ഫ്ളാഗ് നിർത്താൻ ഹൊറിസോണ്ടൽ റോഡ് ഉപയോഗിച്ചിരുന്നു. ആസ്ട്രോനോട്ട്സ് അത് കുത്തിവച്ചപ്പോൾ ഉണ്ടായ കുലുക്കം അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിനാൽ കുറച്ചു സമയം തുടർന്നു. അതുകൊണ്ടാണ് ഫ്ളാഗ് കാറ്റിൽ പറക്കുന്നതുപോലെ തോന്നിയത്. സ്റ്റാർസ് കാണാത്തതിന്റെ കാരണം ചന്ദ്രന്റെ സർഫേസ് വളരെ ബ്രൈറ്റായിരുന്നു. ക്യാമറ എക്സ്പോഷർ ആസ്ട്രോനോട്ട്സിനെയും സർഫേസിനെയും ക്യാപ്ചർ ചെയ്യാൻ സെറ്റ് ചെയ്തതുകൊണ്ട് ഡിമ്മായ സ്റ്റാർസ് ഫോട്ടോയിൽ കാണാനായില്ല. ഷാഡോസ് വ്യത്യസ്തമായി കാണപ്പെട്ടത് മൂൺ സർഫേസ് ഫ്ലാറ്റല്ല. കുന്നുകളും കുഴികളും അൺഈവൻ ഗ്രൗണ്ടും കാരണം ഷാഡോസ് വ്യത്യസ്ത ആംഗിളിൽ കാണപ്പെട്ടു. വൈഡ് ആംഗിൾ ക്യാമറ ലെൻസ് അതിന് കാരണമായി. നാസയും മറ്റ് സ്പേസ് ഏജൻസീസും ഇന്നും മൂൺ ലാൻഡിംഗ് യഥാർത്ഥമാണെന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മൂൺ ലാൻഡിംഗ് കെട്ടിച്ചമച്ച ഒരു കഥയാണോ, അല്ലെങ്കിൽ യഥാർത്ഥമാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.